എല്ലാ കൂട്ടുകാർക്കും ഗെയിം ഇൻഡ്യൂഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നമുക്കെങ്ങനെ ഒരു ഇൻട്രോ തയ്യാറാക്കാം. യൂട്യൂബ് വീഡിയോസിന് വേണ്ടി ഇൻട്രോ തയ്യാറാക്കാം. അതിനുവേണ്ടി നിങ്ങൾ ഇൻഷോട്ട് എന്നൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. പ്ലേ സ്റ്റോറിൽ അത് ലഭ്യമാണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ 3 ഓപ്ഷൻസാണുള്ളത്: വീഡിയോ, ഫോട്ടോ, കൊളാഷ്. അതിനുശേഷം വീഡിയോ എടുക്കുക. എന്നിട്ട് ന്യൂ എന്ന ബട്ടണിൽ ടാപ്പ് ചെയ്യുക, പ്ലസ് എന്ന ബട്ടണിൽ. അതിനുശേഷം ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഇൻട്രോൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഇൻട്രോൻ്റെ ലിങ്ക് പോയിട്ട് അത് ഡൗൺലോഡ് ആക്കിയതിന് ശേഷം ആ ഇൻട്രോ സെലക്ട് ചെയ്ത് ഓപ്പൺ എടുക്കുക. ഇനി ഇവിടെ ഈ ഇൻട്രോ വീഡിയോ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇങ്ങനെയാണ്. ഇനി നമുക്കിവിടെ ടെക്സ്റ്റ്, കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ എടുക്കുക. ശേഷം നിങ്ങളുടെ ലോഗോ ഇവിടെ ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഞാൻ എൻ്റെ ലോഗോ ആണ് ടൈപ്പ് ചെയ്യുന്നത്. ലോഗോ അല്ല, നിങ്ങളുടെ ചാനലിൻ്റെ നെയിമാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ചാനലിൻ്റെ നെയിം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്യാം. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് ഗെയിം ഇൻഡ്യൂഡ് എന്നാണ്. ഇത് ഏറ്റവും ലാസ്റ്റ് ഒരു ടിക്കിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും, അടിക്കുക. അതിനുശേഷം ഈ ഗെയിം ഇൻഡ്യൂഡ് ഇവിടെ കറക്റ്റായിട്ട് എത്തിപ്പിക്കുക. ഈ ഭാഗം ഒന്ന് സെലക്ട് ചെയ്തെടുക്കുക. ശേഷം കറക്റ്റായിട്ട് ഇടുക. ഇനി ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇനി ലാസ്റ്റ് സൗണ്ട് പോകുന്ന സ്ഥലത്താണ് വെക്കേണ്ടത്. ഇത് കറക്റ്റായിട്ട് ഇവിടെ വെക്കുക. ഇനി ഇതൊന്ന് കണ്ടു നോക്കാം. ഇനി നിങ്ങൾ ഇതിൻ്റെ കറക്റ്റ് നടുവിലൊന്ന് ഇത് കറക്റ്റ് വെക്കുക. വേണമെങ്കിൽ ഇത് വലുതാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ വെച്ചാൽ മതി. അതിനുശേഷം ആ ഗെയിം ഇൻഡ്യൂഡ് എന്നുള്ളതൊന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ എഡിറ്റ് എന്ന ഓപ്ഷൻ വരും. എഡിറ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഈ 3ാമത്തെ ഓപ്ഷൻ ഒന്ന് ടാപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ഇതിൽ കുറേ ടെക്സ്റ്റ് ഉണ്ട്. ഞാനിപ്പോൾ ഇതിൽ ഇറേസർ എന്ന ടെക്സ്റ്റാണ് ഉപയോഗിച്ചത്. കുറേയൊക്കെ ഇതിൽ തന്നെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടായതാണ്. നിങ്ങളതിലില്ലെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് വരച്ച് കാണിക്കാം. ഈ ഓപ്ഷനിലൊന്ന് പോയി ഇറേസർ എന്ന ടെക്സ്റ്റ് ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയായിട്ടുണ്ട്. ഇനി അടുത്തത് ഈ 2ാമത്തെ ഓപ്ഷനിൽ പോവുക. അതിനുശേഷം ഒപ്പാസിറ്റി എന്ന് ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ടെക്സ്റ്റ്, ബോർഡർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്യാം. ശേഷം ഏറ്റവും ലാസ്റ്റ് ഒപ്പാസിറ്റി പറഞ്ഞിട്ടുണ്ടാവും. ഇതിപ്പോൾ 60% ഉള്ളത്. നിങ്ങൾക്ക് ഇതിന് ഇഷ്ടപ്പെട്ട രീതിയിൽ കണക്കായി വെക്കുക. അതിനുശേഷം ടിക്ക് മാർക്ക് ഒന്നും കൂടെ ടാപ്പ് ചെയ്യുക. അതിനുശേഷം എഡിറ്റ് എന്ന ഓപ്ഷനിലെടുത്ത് ഏറ്റവും ലാസ്റ്റത്തെ ഓപ്ഷൻ എടുക്കുക. ഇതിൽ ബേസിക്കലി 4ാമത്തെ ഓപ്ഷൻ എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ എടുക്കുക, പക്ഷേ കുറച്ചുകൂടി ഒറിജിനാലിറ്റി ആയിട്ടുള്ള ഈ 4ാമത്തെ ഓപ്ഷനിലാണ്. ശേഷം ഇത് ഈ
സമയത്തിൻ്റെത് സെക്കൻഡ് ഒരു 1 സെക്കൻഡിൽ വെക്കുക. ശേഷം ടിക്ക് മാർക്ക് ഒന്നും കൂടി ടാപ്പ് ചെയ്യുക. ശേഷം ഇതൊന്ന് കണ്ടു നോക്കാം. എന്നിട്ട് ഒന്നുകൂടി ടെക്സ്റ്റ് അടിക്കുക. അതിനുശേഷം അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും അടിക്കാം. നിങ്ങളുടെ ചാനലിനെക്കുറിച്ച്, ഞാൻ എൻ്റെ ചാനലിനെ കുറിച്ചാണ് അടിക്കുന്നത്. ഇനി ഇതിന് കണക്കായിട്ട് തന്നെ വെക്കുക. അത് നേരത്തെ ഈ ഗെയിമിംഗ് ഡ്യൂഡിന് കണക്കായിട്ട് തന്നെ ഇതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. രണ്ട് ഭാഗവും കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം ഒന്ന് കണ്ടു നോക്കാം, വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കറക്റ്റ് ചെയ്യട്ടെ. വീഡിയോ ഒന്ന് ഉണ്ടാക്കാം. ഇനി ടിക്ടോക്ക് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെക്കാം. അപ്പോൾ ഇത് കണക്കായിട്ട് വെക്കുക. കണക്കായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോ നോക്കാം. ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇത് കുറച്ചും കൂടെ കറക്റ്റ് ആവുന്നുണ്ട്, എന്നാലേ ഒറിജിനാലിറ്റി ഇട്ടു. ഇതിന് കണക്കായിട്ട് തന്നെ വെക്കുക. അതിനുശേഷം സ്റ്റിക്കർ പ്ലസ് എന്ന ഓപ്ഷൻ ഉണ്ടാവും ഇവിടെ ഏറ്റവും അടുത്ത സൈഡിൽ. അതൊന്ന് ടാപ്പ് ചെയ്യുക. ഇതിൽ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ആപ്പ് വേണമെങ്കിൽ നിങ്ങളുടെ യൂട്യൂബിൻ്റെ വീഡിയോ എഡിറ്റിംഗ് ആപ്പായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. നല്ല ആപ്പാണ്. അതിനുശേഷം ഞാനിപ്പോൾ എല്ലാ സ്റ്റിക്കേഴ്സും ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ഡൗൺലോഡ് ആക്കിയിട്ടില്ലെങ്കിൽ അതൊന്ന് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം അടിയിലേക്ക് പോകുമ്പോൾ സബ്സ്ക്രൈബ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. സബ്സ്ക്രൈബ് എന്നൊരു സ്റ്റിക്കർ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ എൻ്റെ ആ സ്റ്റിക്കർ എടുത്ത് ഈ സൈഡിലാക്കുന്നത്. നിങ്ങൾക്ക് എവിടെയാണോ ഇഷ്ടം വെക്കാൻ അവിടെ നിങ്ങൾ സ്റ്റിക്കർ വെക്കുക. അതിനുശേഷം ഈ മുകളിൽ ഒരു ഓപ്ഷൻ ഉണ്ടാവും, ഒരു പിക്ചറിൻ്റെ ഓപ്ഷൻ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കർ വെക്കാം. നിങ്ങളുടെ ഗാലറിയിലെ ഏത് പിക്ചർ വേണമെങ്കിൽ സ്റ്റിക്കറായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ ചാനലിൻ്റെ ലോഗോ ആണ് സ്റ്റിക്കറായിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ ചാനലിൻ്റെ ലോഗോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം. ഞാൻ ഇത് കറക്റ്റാക്കി വെക്കുകയാണ്. ഇനി ടിക്ക് മാർക്ക് ടാപ്പ് ചെയ്യുക. എന്നിട്ട് ഈ സബ്സ്ക്രൈബ് ഒന്ന് ലാസ്റ്റ് വരെ ആക്കുക. അതിൻ്റെ ഒപ്പാസിറ്റി. അതിനുശേഷം ഈ ടിക്ടോക്കിൽ എഡിറ്റ് ചെയ്യുക. നേരത്തെ ചെയ്തതുപോലെ ഗെയിമിംഗ് ഡ്യൂഡിന് എന്ന ഇതിൽ ചെയ്തതുപോലെ ടിക്ടോക്ക് ആക്കുക. ഇതിപ്പോൾ അങ്ങനെയാണുള്ളത്. ഇനി ഗെയിമിംഗ് ഡ്യൂഡിൻ്റെ നമ്മുടെ സ്റ്റിക്കറിന് വേണമെങ്കിൽ മാറ്റം വരുത്താം. അതിൽ പോയാൽ രണ്ടാമത്തെ ഓപ്ഷൻ ഒന്ന് എടുക്കുക. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എത്രയാണ് വേണ്ടത് വെച്ചാൽ ഞാനിപ്പോൾ ഫുള്ളാക്കി വെക്കുകയാണ്. ടിക്ക് മാർക്ക് ഒന്നും കൂടെ ചെയ്യുക. അതിനുശേഷം സബ്സ്ക്രൈബ് എന്ന സ്റ്റിക്കറും അതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഇൻഷോട്ടിൻ്റെ ഒരു വാട്ടർ മാർക്ക് വന്നിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത്
ക്ലോസ് ചെയ്യുന്നതാണ്. അതിൻ്റെ മുകളിലൊരു ക്ലോസ് പോലെ ഒരു മാർക്ക് ഉണ്ടാവും, അതൊന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം അടിയിൽ ഫ്രീ റിമൂവ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ വാട്ടർമാർക്ക് പോയിട്ടുണ്ട്. നമുക്ക് വീഡിയോ കാണാം. ഇതിൽ കുറേ ഓപ്ഷൻ ഉണ്ട്. ഇതൊരു നല്ല ആപ്പാണ്, വീഡിയോ എഡിറ്റിങ് പറ്റിയ ആപ്പാണ്. അങ്ങനെ നമുക്ക് ക്യാൻവാസിൽ പോവാം. ആദ്യമുള്ള അത് നമ്മളെ യൂട്യൂബിൻ്റെ ക്യാൻവാസിൽ വെക്കുക. അതിനുശേഷം ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റിക്കർ, നിങ്ങൾക്ക് ഇനിയും ഇതിൽ കുറേ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ വീക്ഷിച്ചതിന് നന്ദി. അതിനുശേഷം നിങ്ങൾക്ക് ഇതിൽ ഏത് ക്വാളിറ്റിയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ക്വാളിറ്റി ഒന്ന് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ 720p 5 MB ഇതാണ് സെലക്ട് ചെയ്യുന്നത്. ഇത് വേഗമാവും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.